നമസ്കാരം. ശശി തരൂർ എംപിയെ കൂടെ നിർത്താൻ കോൺഗ്രസ് പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പാർലമെന്റിൽ സുപ്രധാന പദവി അദ്ദേഹത്തിന് നൽകിയേക്കും. രാഹുൽ ഗാന്ധിക്ക് തൊട്ടു താഴെയുള്ള പദവിയാണ് ആലോചിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു ഏകദേശ ധാരണ ഉണ്ടാകും. ഒരു സ്ഥിരീകരണവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അസമിൽ കോൺഗ്രസിനെ ആര് നയിക്കണം എന്ന തീരുമാനം വരുന്നതോടെയാണ് ഇതിൽ ഏതാണ്ട് വ്യക്തത വരിക. തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ആദ്യപടിയായി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഓരോ സംസ്ഥാനത്തെയും നേതാക്കളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അസമിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ടാണ് ചർച്ചകൾ. വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ നേതാക്കളെ ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിന്റെ പുതിയ പദവിയും വാർത്തകളിൽ നിറയുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് പദവി ശശി തരൂരിന് നൽകുന്ന കാര്യമാണ് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇതിന് തൊട്ട് താഴെ വരുന്ന പദവിയായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ്. ഉയർന്ന പദവി ലഭിക്കുന്നതോടെ ശശി തരൂർ പാർട്ടിയിൽ കൂടുതൽ സജീവമാകുമെന്ന് അഭിപ്രായമുള്ള നേതാക്കളും ഉണ്ട്. നിലവിൽ പ്രതിപക്ഷ ഉപനേതാവ് അസമിൽ നിന്നുള്ള ഗൗരവ് ഗഗോയിയാണ്. ഇദ്ദേഹത്തെ അസമിന്റെ PCC അധ്യക്ഷനാക്കണമെന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അസമിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗഗോയ് PCC അധ്യക്ഷനായാൽ ലോക്സഭ പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒഴിയും. അടുത്ത വർഷമാണ് അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJPയുടെ ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസം മുഖ്യമന്ത്രി. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അസമിൽ BJP ശക്തമാണ്. ഒരു കാലത്ത് കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചിരുന്ന അസമിൽ BJP ഭരണം തുടങ്ങിയിട്ട് ഏറെ കാലമായി. ഗൗരവ് ഗഗോയിയെ പോലുള്ള ശക്തനായ നേതാവിനെ തിരിച്ചു കൊണ്ടുവന്ന് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ പടയൊരുക്കണം എന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. സുപ്രധാന പദവി ലഭിച്ചാൽ കൂടുതൽ തിളക്കമാർന്ന പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശശി തരൂർ. എന്നാൽ സംഘടനാ രംഗത്ത് ശശി തരൂരിന് കോൺഗ്രസ് ഇതുവരെ പ്രധാന പദവി നൽകിയിട്ടില്ല. കഴിഞ്ഞ 4 തവണയും തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തരൂര് അടുത്തിടെ ഇടതുപക്ഷത്തെയും നരേന്ദ്രമോദി സർക്കാരിനെയും പുകഴ്ത്തി സംസാരിച്ചത് വലിയ വിവാദമായിരുന്നു. ശശി തരൂർ കോൺഗ്രസിനെതിരായ നിലപാട് എടുക്കുമെന്ന് ഒരിക്കലും കരുതുന്നില്ല എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില വിഷയങ്ങളാണ് ശശി തരൂർ ഉയർത്തിയതെന്നും അതിന്റെ പേരിൽ അദ്ദേഹവുമായി വഴക്കിടാൻ തങ്ങളാരും പോയിട്ടില്ല എന്നും VD സതീശനും പറയുകയായിരുന്നു. UDF യോഗത്തിന് എത്തിയപ്പോഴാണ് ഇരു നേതാക്കളും പ്രതികരിച്ചത്.